കാളാഞ്ചിയുടെ തല, കാളാഞ്ചിയുടെ നാക്ക് കണ്ട, നാക്ക് തന്നെയെന്നാണ് എൻ്റെ വിശ്വാസം. നാക്ക് തന്നെയെന്നാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. നീ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാളാഞ്ചി എന്നിട്ടാണ് അതെ ഇതെന്തായാലും വിറ്റുപോയി. ഈ കാളാഞ്ചി എന്തായാലും വിറ്റുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഇതേപോലത്തെ കാളാഞ്ചികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ ഡെയിലി നമ്മൾ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫിഷസ് നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ഓരോ ദിവസം അവൈലബിൾ ആയിട്ടുള്ള ഫിഷസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മീൻ വാങ്ങിക്കാനും പറ്റും. അങ്ങനത്തെ നമ്മുടെ മീനെ കൊണ്ടുവരുന്ന കാഴ്ചയായിട്ട് കാണുന്നത് നമ്മുടെ ലൂക്കാച്ചനും കൂടി ഉണ്ടായിരുന്നുണ്ട്. അപ്പം നമ്മുടെ ലൂക്കാച്ചനും കൊണ്ട് തന്നെ മീനിന്റെ പേരും വെയിറ്റും പറയിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നിർത്തിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നോക്ക്, തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറപ്പിച്ചു. ലൂക്കാച്ച നിങ്ങളൊക്കെ എന്തിട്ടാണത്? അതെ, എത്ര കിലോ ഉണ്ടെന്ന് അറിയോ? തോന്നക്കൽ പഞ്ചവാദ്യ ലൂക്കാച്ച എത്ര കിലോ ഉണ്ട് കാളാഞ്ചി? എന്ത്? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ എത്ര കിലോ ഉണ്ട്? അമ്മേ, അതായത് ഏകദേശം 17 കിലോ തൂക്കം വരുന്ന ഒരു കാളാഞ്ചാണ്. 17 കിലോ എന്ന് പറയുമ്പോൾ ഇവന്റെ കറക്റ്റ് തൂക്കം എന്ന് പറഞ്ഞാൽ 16.5 കിലോയേ ഉള്ളൂ കേട്ടോ. പറഞ്ഞപ്പോൾ നമ്മളൊരു റൗണ്ട് ഫിഗർ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ 17 കിലോ ഉണ്ടെന്ന്. അങ്ങനെ ഇവനെ ഈ ഒരു വലിയ കാളാഞ്ചി നമ്മുടെ ചാക്കുച്ചേനെ തന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത് കട്ട് ചെയ്യാനായിട്ട്. നമ്മളൊരു 4 പേർക്കായിട്ട് 4 പങ്കായിട്ടാണ് ഇവനെ കട്ട് ചെയ്യുന്നത്. അതായത് തലഭാഗം വേറെയും ബാക്കി മീറ്റ് വരുന്ന ഭാഗം 4 പേർക്കായിട്ട് തുല്യമായിട്ടാണ് പങ്കുവെക്കാൻ പോണത്. വെളുപ്പിനിട്ടിയത് നമുക്ക് ഇത്രയുള്ളത് വേറെ ഈ അടുത്തൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. എത്ര നാളായിട്ട് ഏകദേശം നമുക്ക് കഴിഞ്ഞ വർഷം ഇത്രയും വലിപ്പമുള്ളത് കിട്ടിയിട്ടില്ല അല്ലേ? ചൂണ്ടണത് ചൂണ്ടക്കാര് ഇത് 4 പേർക്കായിട്ടാണ് വെട്ടേണ്ടത്. 4 പങ്ക്, അതായത് തല ഒരു പങ്ക്, പിന്നെ 4 പേർക്ക് മീറ്റ് മാത്രം 4 പങ്ക്. ഓക്കെ, തകർക്കാം. നമ്മുടെ ടാങ്കിൽ 2 ചെമ്പല്ലി എടുക്കണ്ട. ചെമ്പല്ലി ഇതിപ്പോ ഒരാൾക്ക് ഏകദേശം എത്ര കിലോ മീറ്റ് വെച്ചിട്ട് 4 ആയിട്ട് പങ്കാക്കുകയാണെങ്കിൽ 16.5 കിലോ. ഇതാരൊക്കെയാണ്? 16 കിലോ. എന്ത് മിനിറ്റാണ് ചൂണ്ടക്കാര വർഗ്ഗർക്ക് ബാക്കി ഇന്ന് രാവിലെ തിരുതിണ്ടായിരുന്നു. 5-8 തിരുതിണ്ടായിരുന്നു. അപ്പൊ ചാക്കുചേട്ടൻ ഇവന്റെ വാല ആദ്യം തന്നെ മുറിച്ചു മാറ്റിയാണ്. അതിനുശേഷം ഇവന്റെ ഒടല് 2ആയിട്ട് പിളർത്തി എടുത്തിട്ട് മുള്ളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവന്റെ മീറ്റ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ വരുമ്പോൾ ഇത്രയ്ക്കും വലിപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ മുള്ള് ഒരു തരി പോലും മുള്ള് മീറ്റിൽ വീഴാത്ത രീതിയിലാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ പോണത്. അതും ആ മീറ്റ് എല്ലാവരും 4 പേർക്കായിട്ട് ഒരേപോലെ പങ്കുവെക്കുകയും ചെയ്യണം. ഓക്കെ, കാളാഞ്ചിയുടെ തല
കാളാഞ്ചിയുടെ നാക്ക് കണ്ട, നാക്ക് തന്നെയെന്നാണ് എൻ്റെ വിശ്വാസം, നാക്ക് തന്നെയെന്നാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. കണ്ട തലയുടെ തന്നെ സൈസ് കണ്ട, എന്തോരം സൈസാണ് നോക്കി. ഇത് തന്നെ ഏകദേശം ഒരു 2 കിലോ എന്തായാലും തൂക്കും തലയ്ക്ക് തന്നെ ഉണ്ടാവും. അതായത് 16.5 കിലോത്തിൻ്റെ കാളാഞ്ചിയുടെ തലയാണിട്ടത്. ഈ മീൻ എന്തായാലും വിറ്റ് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇനി മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഡെയിലി അവൈലബിൾ ആയിട്ടുള്ള ഫിഷസ് സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ഓരോ ദിവസം അവൈലബിൾ ആയിട്ടുള്ള ഫിഷസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മീൻ വാങ്ങിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ഇതിനൊന്നുകൂടി നമുക്ക് തല ചാക്കച്ചേനെ കൊണ്ട് കട്ട് ചെയ്യിക്കുന്ന വീഡിയോ ആണ് ഇനി കാണിക്കാൻ പോകണം നിങ്ങളെ. അപ്പം ഉള്ളിൽ നിന്ന് മീറ്റ് മാത്രമായിട്ട് എടുക്കണല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വർഷം കിട്ടിയതിൽ വെച്ചിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷവും നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു കാളഞ്ചി നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം. നമ്മളതെല്ലാം പോസിറ്റീവായിട്ടേ എടുക്കത്തുള്ളൂ. ആ ഒരു റീസൺ, ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും സപ്പോർട്ടും ഇനി അങ്ങോട്ടും വേണം. അപ്പോൾ ഈ ഒരു വലിയ കാളഞ്ചി കട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കണ്ടിരുന്ന എല്ലാവരോടും താങ്ക്സ് പറയണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യും. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും ഇനിയും കാണാം.